ഹലോ. ഹലോ, നമസ്കാരം. ആരിഫ് സാർ അല്ലേ? ആ, നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ആ, അങ്ങയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അങ്ങ് ജാമിദ ടീച്ചർ കൂടി ഒരു ചർച്ചയില് അബ്ദുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ട് 4 വർഷത്തിന് ശേഷമാണ് ആമിന എന്നവർ ഗർഭിണിയായത് എന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്താണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം, എന്താണ് അതിന്റെ പ്രൂഫ് എന്നൊന്ന് പറയാമോ? ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ പ്രൂഫിനെ കുറിച്ച്. അതിൽ പറയുന്ന അൽ ഉമ്മ എന്ന് പറയുന്ന കിതാബ്, ആ ഗ്രന്ഥം ഇമാം ഷാഫി തങ്ങളുടെയാണ്. ഇമാം മാലിക് തങ്ങൾക്ക് അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു കിതാബ് ഇല്ല. ഹലോ, ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? ജാമിദ ടീച്ചറല്ലേ അതിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട് 4 മാസമല്ലേ എന്ന്, 4 വർഷമല്ലേ? 4 വർഷം, അതെ, തിരുത്തി കൊടുക്കുന്നുണ്ട്. ഏതാണ് പ്രൂഫ്? അതിന്റെ പ്രൂഫ് ഇത് തന്നെ. മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കുക. അതിനകത്തുണ്ടല്ലോ കണക്ക് കൂട്ടി നോക്കിയാൽ. ഏത് ചരിത്രം എന്ന് പറയാമോ? ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ എന്താ കരുതുന്നത്? 4 വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നതാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? സാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അബ്ദുള്ള മരണപ്പെട്ടു, അതാണോ നിങ്ങളുടെ പ്രതീക്ഷ? 4 അബ്ദുള്ള എന്നവര് മരണപ്പെട്ടു. അങ്ങനെയല്ല അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല അതിനകത്ത് കാണാൻ കഴിയുക. നിങ്ങൾ കാണാൻ കഴിയുക അബ്ദുള്ളയുടെ സഹോദരനും സഹോദരന്റെ മക്കളും അതുപോലെ അബ്ദുള്ളയുടെ മകനുമായിട്ടുള്ള ഇവര് തമ്മിലുള്ള പ്രായ വ്യത്യാസവും അവർ തമ്മിലുള്ള കാര്യങ്ങളും കണക്കൂട്ടി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി കാണാൻ പറ്റും. ചരിത്രം എഴുതി വെച്ചത് അത് കണക്ക് കൂട്ടിയപ്പോഴാണ് 4 വർഷത്തിന് വ്യത്യാസം കാണാൻ കഴിയുന്നത്. അതാണ് അവിടെ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഈ മദ്രസ ജീവികളെടുത്ത് നമ്മളിത് പറയുമ്പോൾ ബുദ്ധിമുട്ട് നമുക്കറിയാം. കാര്യം നേരിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആക്ഷേപം കൊണ്ട് സാറ് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നതല്ല, ഇങ്ങനെ ഈ വിഷയം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഇത്തരം ഒരു ആക്ഷേപം ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു ഡിഫറൻറ്റ് ഉണ്ടല്ലോ എന്ന് അക്കാലഘട്ടത്തിൽ ആരെങ്കിലും ഇരുത്തിയ ശത്രുക്കളായ ചരിത്രകാലത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തേനെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ശത്രുക്കളായ ചരിത്രകാരന്മാർ പോലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ പുതിയ ശത്രുക്കൾ വന്നു, പുതിയ വാദങ്ങൾ വരണ്ടേ? നിങ്ങൾ പഴയത് തന്നെ പറഞ്ഞാൽ പറയും, പഴയത് തന്നെ പറയണമെന്ന്. പുതിയത് പറഞ്ഞാൽ പറയും, അന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാം. ആരിഫ് ഹുസൈന് മുമ്പ് വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ചരിത്രം. ജോസഫ് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ പറഞ്ഞിട്ടുണ്ട്, കോരൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കേട്ടോ? സുകുമാരൻ പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ, അത് ഞാൻ ആരിഫ് ഹുസൈനെ ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നവരുടെ ഞാൻ നിങ്ങൾക്ക് ജന്മം തന്നവരുടെ ലിസ്റ്റ് അല്ല പറഞ്ഞത്. ആരിഫെ, നിനക്ക് ഒരു തെളിവ്, ഒരു മോനെടാ, നിന്റെ പറ്റിക്കാൻ വേണ്ടി അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ജോസഫ് പറഞ്ഞു, എടാ നീ കോയാക്കോളെന്ന് നീ എഴുതി ഉണ്ടാക്കിയ നിന്റെ ചരിത്രങ്ങൾ പറഞ്ഞ് അവരെ ഇപ്രകാരം ജീവിക്കണ പൊന്നുവാനെ. എന്റെ ചോദ്യത്തിനല്ലേ നമ്മൾ പറയുന്നത്? എന്ത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞെന്താ? മാലിക് ഇമാമിന്റെ അല്ലുമ്മ എന്ന് പറയുന്ന കിതാബുണ്ട്. ഏത് അല്ലുമ്മേന്റെ ആണെങ്കിലും അതിനകത്തുള്ള സാധനങ്ങളല്ലേ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഏതാ കിതാബ്? നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക്കിന് അല്ലുമെന്ന് പറഞ്ഞ കിതാബില്ല. ഇമാം ബഹുമാനപ്പെട്ട നിങ്ങൾക്കല്ല ബഹുമാനം, നമുക്ക് ബഹുമാനം ഇമാമിന്റെ പേര് പറഞ്ഞിട്ട് ഇമാം ഷാഫി ചരിത്ര ഗ്രന്ഥമല്ല, അത് ഫിഖിന്റെ ഗ്രന്ഥമല്ല. എന്താണ് നീ എത്ര കാലം തുറന്ന് തുറന്ന് തിന്നുവടാ പൊന്ന് മാണിക്കല്ലേ? എത്ര കാലം നീ ഇങ്ങനെ മത്സരത്തിൽ പണിയിട്ടില്ലേ? നിനക്ക് നല്ലൊരു പണി കിട്ടിയില്ലേ? മറുപടി കിതാബ് അറിയാൻ വയ്യാത്ത നീ എന്ത് മറുപടി പറയാൻ? സംഖ്യകളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ നീ എഴുതിയ സ്ക്രിപ്റ്റിൽ ചോദിച്ചു പറ്റിയ പണി തുറക്കാൻ പോകും. ഇതിനെക്കാട്ടി അന്തസ്സുണ്ട്. ഭിന്നിപ്പിച്ച് ചോര ആണും പെണ്ണും കെട്ടവനായിട്ട് എത്ര ഹൈറുണ്ടടാ, എത്ര ഹൈറുണ്ട് കോയ. അയ്യടാ കോയ, ഒരു കാര്യം പറയാൻ പറ്റുമോ? എടാ നിന്റെ മറ്റേ തുണി ചേർക്കുന്നുണ്ടാ? മുസ്ലിം പെണ്ണുങ്ങൾക്ക് ലൈംഗിക പൂർത്തീകരണം കിട്ടുന്നില്ല. അതുകൊണ്ട് നിന്റെ മോന്തക്കോട്ട്
കോടതി വികാരത്തിന്റെ തീവ്രത. നീ ആയാടാ, നീ ഒരു കാര്യം ചെയ്യും, ചോദനയൊക്കെ എടാ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാ നിന്റെ പെണ്ണെ പോയത്. എടാ നിനക്ക് നിന്റെ കൊണ്ട് 3 ഭാര്യമാരെ പോയി. ഞങ്ങളോടുണ്ടാ, ഞങ്ങളുടെ ചെത്തിയിലാണെങ്കിൽ ഞങ്ങൾ അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. നിനക്ക് ഈ ഒലക്കൊണ്ട് എന്താ, നിനക്ക് ഈ ഉണ്ടായി, നീ ആർക്കെങ്കിലും വിശ്വാസിയെ